കോമ്പറ്റീറ്ററാണ്. പക്ഷേ കോമ്പറ്റീഷൻ എന്നുള്ള ഒരു വാക്ക് മാറ്റിവെച്ച് ഒരു എൻറ്റയർ എക്കോ സിസ്റ്റം എന്ന് പറയുന്ന ഈ കാലാവസ്ഥയിൽ സെയിലാകുക എന്നുള്ളത് ഏറ്റവും വലിയൊരു അച്ചീവ്മെൻറ്റാണ്. കൂടാതെ നമുക്ക് ചാർജ് ചെയ്ത് സുഖമായി സഞ്ചരിക്കാൻ പറ്റുന്ന ഒരു പബ്ലിക് ചാർജിങ് ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ട്. വിശിഷ്ടാതിഥികളെ, ഉള്ളത്. ഫസ്റ്റ് തിങ്, ഞങ്ങൾ 2019 മഹീന്ദ്ര ഡീലർഷിപ്പ് ട്രിവാൻഡ്രത്ത് എടുക്കുന്നത്. ഇപ്പോൾ 2019 തൊട്ട് ഈ ഷോറൂം 3 തവണ റെനോവേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്തിനാണ് റെനോവേഷൻ എന്ന് പറഞ്ഞാൽ, ഒരു നോർമലി ഒരു ഡീലർഷിപ്പ് വൺസ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ 10 വർഷത്തിന് ശേഷമാണ് റെനോവേഷൻ വരുന്നത്. അപ്പോൾ 3ാമത്തെ തവണ എന്തിനാണ് ഇതിന് ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞാൽ, ബ്രാൻഡ് 3 തവണയായിട്ട് ചേഞ്ച് ആഗ്രഹിച്ച് ചേഞ്ച് മാർക്കറ്റിൽ കൊണ്ടുവന്ന് സാധിച്ചു. ആ 3ന്റെ പ്രത്യേകതയാണ് നിങ്ങളോട് ഞാൻ 3 times ഒരു 6 വർഷത്തിനുള്ളിൽ നടത്തണമെങ്കിൽ മഹീന്ദ്ര ആസ് എ ബ്രാൻഡ് ഹാസ് ഗ്രോൺ സോ മച്ച് ഇൻ ദ മാർക്കറ്റ്. അപ്പോൾ ഇപ്പോഴത്തെ ഒരു റെനോവേഷൻ എന്ന് പറഞ്ഞാൽ ഒരു എക്സ്പീരിയൻസ് സെൻ്ററായിട്ടാണ് നമ്മളിന്ന് മാറ്റിയിരിക്കുന്നത്. സെൻ്ററിൽ കൂടെ നിങ്ങൾക്ക് ഏറ്റവും പുതിയ ബെഡ് വെഹിക്കിൾസ്, ഐസ് വെഹിക്കിൾസ്, ഐസ് എന്ന് പറഞ്ഞാൽ ഇന്റർണൽ കംപ്രഷൻ പെട്രോൾ അല്ലെങ്കിൽ ഡീസൽ വെഹിക്കിൾസ്, അതാൽ കമേഴ്ഷ്യൽ വെഹിക്കിൾസും ലഭ്യമായിരിക്കും. അപ്പം ഇതാണ് മഹീന്ദ്രയെ പറ്റി. ഞങ്ങളെ പറ്റി പറയുകയാണെങ്കിൽ 2019 ട്രിവാൻഡ്രത്ത് വന്നപ്പോഴത്തേക്ക് ഞങ്ങൾ 1200 വെഹിക്കിൾസിൻ്റെ ആവറേജ് സെയിലാണ് മാർക്കറ്റിൽ എൻ്റർ ആയിട്ടുള്ളത്. ഇന്ന് ഞങ്ങൾ ട്രിവാൻഡ്രത്ത് മോർ ദാൻ 13,000 വെഹിക്കിൾസ് ഞങ്ങൾ സെയിൽ ചെയ്ത് കഴിഞ്ഞു. വിത്ത് ആൻ ആവറേജ് ഓഫ് 2,000 വെഹിക്കിൾസ് പെർ ഇയർ. അപ്പോൾ അതിന് അനുസരിച്ചുള്ള ഒരു എക്സ്പാൻഷൻ ഞങ്ങൾ നടത്തിയിട്ടുണ്ട്. നമ്മുടെ ഷോറൂംസ് പേരൂർക്കട കൂടാതെ തന്നെ ആറ്റിങ്കലുണ്ട്, നെയ്യാറ്റിങ്കരയുണ്ട്, കിളിമാനൂരുണ്ട്. പിന്നെ നെക്സ്റ്റ് നെയ്യാറ്റിങ്കര നമ്മളൊരു വർക്ക്ഷോപ്പും പ്ലാൻ ചെയ്യുന്നുണ്ട്. ഇവിടെ വന്നു ചേർന്നതിൽ നമ്മുടെ ഈ സ്പെഷ്യൽ ഒക്കേഷൻ പങ്കുചേരാൻ വന്നു ചേർന്ന എല്ലാ നമ്മുടെ ബിലേറ്റഡ് കസ്റ്റമേഴ്സ് നമ്മുടെ മൊത്തത്തിൽ എങ്ങനെയായിരുന്നു മൊത്തത്തിലൊരു എക്സ്പീരിയൻസ് ഇപ്പം വരെയുള്ള ജേർണി? ഞാൻ ആദ്യം ഇവിടെ വരുന്നത്, എനിക്കിവിടെ ഓൾറെഡി 2 വണ്ടി ഞങ്ങൾ എടുത്തിട്ടുണ്ട്. അപ്പം എന്നാലും എനിക്ക് ലോങ് ആണ്, ഒരുപാട് ഡിസ്റ്റൻസ് ആണ്. അപ്പം പറഞ്ഞിരുന്നു എൻ്റെ വീടിന്റെ നേരെ ഓപ്പോസിറ്റ് വേറൊരു ഡീലർഷിപ്പ് ഉണ്ട്, അത് പറയുന്നില്ല. അപ്പൊ ആ ഡീലർഷിപ്പിൽ പോയപ്പോൾ റെസ്പോൺസ് ഇച്ചിരി കുറവായിരുന്നു. അപ്പോൾ അവര് ചിലപ്പം എന്താണെന്നറിയില്ല, പെട്ടെന്ന് റെസ്പോൺസ് കുറവായിപ്പോയി. അപ്പൊ ആ റെസ്പോൺസിന് ഞാൻ ഇവിടെ വന്നപ്പോൾ നമ്മുടെ ജെറിൻ പിന്നെ സനു സാറ് ഇവരൊക്കെ ചെറുപിടാന്ന് കൂടെ നിന്നു. അപ്പൊ അതുകൊണ്ട് ഞാനൊരു പകുതി റേഞ്ചിലാണ് വന്നത്. പക്ഷെ വിത്തിൻ ഡേയ്സിനകത്ത് അവർ സെറ്റ് ചെയ്ത് തന്നു, ഞാൻ പെട്ടെന്ന് എടുത്തു. പിന്നെ അത് കഴിഞ്ഞ് സെയിൽസിന് വേണ്ടി തന്നെ നോക്കി കഴിഞ്ഞാൽ ഡെലിവറി കുറച്ച് കോംപ്ലിക്കേഷൻസ് ഉണ്ടായിരുന്നു. പക്ഷെ അതിനെയൊക്കെ അവർ തരണം ചെയ്ത് നൈറ്റൊക്കെ ഇരുന്ന് വർക്ക് ചെയ്ത് എനിക്ക് എടുത്തു തന്നു. അത് വളരെ ഒരു വലിയ കാര്യമാണ്. എനിക്ക് ചെറിയ റേസ് ആയിരുന്നല്ലോ, ഒരു 1.5-2 ലക്ഷം അടുപ്പിച്ച് ലാഭം ഉണ്ടായി തന്നു അവർ ഏപ്രിൽ 13 അതിന് വേണ്ടിയിട്ട്. പ്രോ ടാക്സ് ഉടനെ നൈറ്റൊക്കെ ഇരുന്ന് സെറ്റ് ചെയ്ത് തന്നു അത്. അപ്പോൾ എല്ലാം കൊണ്ട് എനിക്ക് ഡീലർഷിപ്പിന് വലിയ ഇഷ്ടപ്പെട്ടത് കൊണ്ടാണ്. പിന്നെ വളരെ ഹാപ്പിയാണ് ഇവിടെ. വണ്ടിയെ പറ്റിയാണെങ്കിൽ ഇപ്പൊ 6,000 എബോ ആയിട്ടുണ്ട് വിത്തിൻ 2 months. പിന്നെ കൊള്ളാം, വണ്ടി നല്ല അഭിപ്രായമാണ്. നല്ല സ്ട്രോങ് ആണെന്ന് മനസ്സിലായി. കാരണം ഒരു മദ്യപാനിയായ ഒരാൾ പിറകെ ഇടിച്ചെങ്കിലും വളരെ സ്ട്രോങ് ആണെന്ന് തെളിയിച്ചു. പിന്നെ എന്തായാലും കാരണം അതൊരു ന്യൂ ജനറേഷൻ വെഹിക്കിൾ ആണെന്ന് പറയുമെങ്കിലും അച്ഛനും അമ്മയൊക്കെ അതിനെ അക്സെപ്റ്റ് ചെയ്തു. അപ്പൊ ഞങ്ങൾ ലോങ് ഒക്കെ പോയപ്പം അച്ഛൻ കാരണം ഒരു SUV തന്നെയാണ്, നല്ല കുഴപ്പമില്ല. പിന്നെ എന്തായാലും നല്ല വാഹനം, കുഴപ്പമില്ല. 500 കിലോമീറ്ററോടെ ഒരു ചാർജിങ് ഏകദേശം കിട്ടുന്നുണ്ട്, കുഴപ്പമില്ല. 480, 500, 520 അങ്ങനെ ആ റേഞ്ചിൽ ഉണ്ട്.
നിങ്ങളുടെ സഹകരണമാണ് അവന് കൂടുതൽ ഇഷ്ടപ്പെട്ടത്. തൊട്ട് ഓപ്പോസിറ്റ് ഇരിക്കുകയാണ് അവിടെ പോകാൻ. എല്ലാവിധ ഭാവങ്ങളും നേരുന്നു. ഓക്കെ.